ഷാഫി താമസിക്കുന്നതിന്റെ അടുത്ത് വരെയല്ലേ മിസൈൽ ചീളുകളൊക്കെ വീണുവെന്നാണ് അറിഞ്ഞത്. ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങൾ ഉണ്ടായോ? ആ സമയത്ത് എന്തായിരുന്നു ഒരു അവസ്ഥ? ഞങ്ങൾ മൊത്തത്തിലായിട്ട് ആകെ ഫട്ടപ്പായി. കാരണം ആകാശത്ത് മൊത്തത്തിൽ മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നായിരുന്നു. ഞാനും എൻ്റെ ഒരു സ്നേഹിതനും സംസാരിക്കുന്നതിൻ്റെ 2 മീറ്റർ അടുത്തിട്ടാണ് ഒരു 2 കിലോ വെയിറ്റ് ഉള്ള ഒരു പീസ് ഫസ്റ്റ് വീണത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ റൂഫിന്റെ മുകളിലും വലിയൊരു പീസ് വീണ്, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സീലിംഗ് എല്ലാം പൊട്ടിക്കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് ഒരു കറവന്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിന്റെ ഗ്ലാസിന്റെ മുകളിൽ വലിയൊരു പീസ് വീണ്ട്. അത് രാത്രി 1 മണിവരെയൊക്കെ പോലീസ് പ്രൊട്ടക്ഷനിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. എല്ലാവരും ഞങ്ങൾ പരിഭ്രാന്തമായിപ്പോയി. എല്ലാവരും പുറത്തിറങ്ങിയിട്ട് മൊത്തത്തിൽ ആൾക്കാർ പുറത്തായിരുന്നു എല്ലാവരും. ഇത് എത്ര സമയം തുടരും എന്നൊന്നും അറിയില്ലായിരുന്നല്ലോ അല്ലെ? ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്നും തുടരുമെന്ന് അറിയില്ലായിരുന്നു. ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടായി. ഞങ്ങൾ കടകളെല്ലാം പൂട്ടി ഞങ്ങൾ എല്ലാവരും അലർട്ടായി നിന്നു. ഇതിനുശേഷം എപ്പോഴാണ് ഔദ്യോഗികമായി അവിടുത്തെ സേനയുടെയൊക്കെ ഒരു നിർദ്ദേശം, കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്, സുരക്ഷിതമാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ അവർ 1 അവർ കഴിയുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ഓഫീഷ്യൽ ലെറ്റർ വരുന്നുണ്ട്. കാരണം ഇവിടെ 10 മണിക്ക് പിന്നെ എയർപോർട്ട് ഓപ്പൺ ആയെന്നാണ് പറയുന്നത്. 9 മണി വരെയാണ് എയർപോർട്ട് ക്ലോസ് ചെയ്തത്. സംഭവം കറക്റ്റ് ഒരു 7:45 ഞങ്ങളിത് കണ്ടത്. മിസൈലുകൾ നേരിട്ട് പതിച്ച് അപകടം ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ ഈ ചീളുകൾ വന്നുള്ള അത് ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞല്ലേ? വല്ലാണ്ട് ഭയപ്പെടുത്തി. സത്യത്തിൽ നമുക്ക് വേണമെങ്കിൽ മരണം സംഭവിക്കാം. കാരണം അത് ഒരു 2 കിലോ 3 കിലോ ഒക്കെ പീസാണ് വീഴുന്നത്. പക്ഷെ നമ്മളെ കാണുന്നില്ല അത് ഏത് നിൽക്കാത്ത താഴോട്ട് വരുന്നെന്നുള്ളത്. ധാരാളം മലയാളികളൊക്കെ താമസിക്കുന്ന പ്രദേശമാണോ ഇത്? ആ മലയാളികളൊക്കെ താമസിക്കുന്ന പ്രദേശം തന്നെ. ഞങ്ങളുടെ റൂഫിന്റെ മുകളിലാണ് ഈ ഒരു പീസ് വീണിട്ട് റൂഫിന്റെ അടിയിലെ സീലിംഗ് എല്ലാം പൊട്ടിപ്പോയത്. ഏകദേശം എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഖത്തർ അറിയിക്കുന്നത്. സുരക്ഷിതമാണ് സ്ഥിതി എന്നും ഇന്നലെ രാത്രിയോട് സെറ്റിൽ ചെയ്തെന്നാണ് അവർ പറയുന്നത്. അതെ PSC എന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് തകർത്തത്. പൂർണ്ണമായും ഖത്തർ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കീഴിലാണ് എന്നാണ് വ്യക്തമാകുന്നത് അല്ലെ? അങ്ങനെയാണ് അവർ പറയുന്നത്. അതിനായിരിക്കും ഉണ്ടാവുക. പിന്നെ രാത്രി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം. എന്തായാലും വെടിനിർത്തലൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നു. സുരക്ഷിതനായിരിക്കും ശ്രീ ഷാഫി. അതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചു.